അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ബലിപെരുന്നാൾ ആശംസകൾ. സുഹൃത്തുക്കളെ, വീണ്ടും ലോക മുസ്ലിമീങ്ങൾ ഒരു ബലിപെരുന്നാൾ ആഘോഷത്തിനും കൂടെ ഒരുങ്ങുകയാണ്. നാളെ മുതൽ പെരുന്നാൾ നിസ്കാരവും തക്ബീറും, അതിനെ തുടർന്ന് 3 ദിവസങ്ങളിൽ ഉദ്ഹിയ്യത്ത് കർമ്മങ്ങളിലും മുഴുകി പെരുന്നാൾ ആഘോഷിക്കുന്ന മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ വോയിസിൽ വന്നിരിക്കുന്നത്. ബലിപെരുന്നാൾ ആഘോഷത്തിലൂടെ നമ്മൾ എന്നും പുതുക്കിക്കൊണ്ടിരിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും മകൻ ദബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും സഹധർമ്മിണി, ഇബ്രാഹിം നബിയുടെ സഹധർമ്മിണി, അതായത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെയും സ്മരണകളാണ്. അതായത് ബലിപെരുന്നാളിലൂടെ നാം ഈ 3 പേരുടെ അർപ്പണബോധ സ്മരണകളാണ് നാം പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് നിങ്ങൾ എന്നെ അനുസരിക്കണം, 100% നിങ്ങൾ അനുസരണം പ്രഖ്യാപിക്കണം എനിക്കു വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓക്കെ പറഞ്ഞു റബ്ബിനോട്. വഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയുടെ റബ്ബ് ഇബ്രാഹിം നബിയോട് നിങ്ങൾ എന്നെ അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ലോകരക്ഷിതാവായ റബ്ബ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ റെഡിയാണ്, ഐ ആം റെഡി എന്ന് പറയുകയാണ്. ഉടനെ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിക്കുകയാണ്. വഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. വിവിധ തരത്തിലുള്ള ഉത്തരവുകളെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പരീക്ഷിക്കുകയുണ്ടായി എന്ന് ഖുർആൻ പറയുന്നു. ആ സുന്ദരമായ മുഹൂർത്തങ്ങൾ നബിയെ തങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അതായത് നുമ്രൂദിന്റെ തീക്കുണ്ടാരവും മക്കളില്ലാത്ത നീണ്ട 10-90 വർഷങ്ങളും ശേഷം കാത്തിരുന്ന് കിട്ടിയ കുട്ടിയെയും സഹധർമ്മിണിയെയും ഒരു തുള്ളി വെള്ളം പോലുമില്ലാത്ത മക്കയിലെ മൊട്ടക്കുന്നുകൾക്കിടയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണം എന്ന ഉത്തരവും, എല്ലാം കഴിഞ്ഞ കുട്ടി തൻ്റെ കൂടെ ഓടിച്ചാടി നടക്കാൻ പ്രായമായപ്പോൾ ആ കുട്ടിയെ ബലി കൊടുക്കണം എന്ന വളരെ ഗൗരവമുള്ള പരീക്ഷണവും, എല്ലാ പരീക്ഷണങ്ങളും ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നപ്പോൾ അല്ലാഹു ഈ ഉത്തരവുകളെ കൊണ്ട് പരീക്ഷിച്ചപ്പോൾ ഫഅതമ്മഹുന്ന, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഉത്തരവുകളെ മുഴുവനും വിജയകരമായി പൂർത്തീകരിച്ചു. ആ സമയത്ത് അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞത് ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അല്ലാഹു പറഞ്ഞു, അല്ലയോ ഇബ്രാഹിം നബിയെ, നിങ്ങളെ നമ്മൾ ആഗോള നേതാവാക്കുകയാണ്, ലോക മനുഷ്യരുടെ ലീഡറാക്കുകയാണ്, മനുഷ്യകുലത്തിൻ്റെ നേതാവാക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹിയെ മാത്രമല്ല നാം ഓർക്കുന്നത്. ഓരോ ദിവസവും ഓരോ നിസ്കാരത്തിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 4 തവണയെങ്കിലും നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേര് പറയുന്നുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എന്നും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിമി സരണിയാണ് നമ്മുടെ സരണി. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്നവർ ഈ പെരുന്നാൾ ആഘോഷത്തോടുകൂടെ അള്ളാഹുവിനോടുള്ള സകല അനുസരണക്കേടുകളും ജീവിതത്തിൽ
എടുത്തു പേറരുത്, അതൊരിക്കലും എടുത്തു തോളിലിടരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പൂർണ്ണമായി അനുസരിക്കുന്നതിൻ്റെ നിദർശനമാണ് സത്യത്തിൽ ബലിപെരുന്നാളെങ്കിൽ അതാണ് നമ്മളിൽ നിന്നും ഉണ്ടാവേണ്ടത്. ആ പ്രകടനങ്ങളാണ് സത്യത്തിൽ നമ്മളിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതെ 100% അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം ബലിപെരുന്നാൾ നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശം പരസ്പര സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ്. ഒരു പൊരി തീ കെട്ടിയാൽ കത്തിച്ചാമ്പലായി ഒരു പിടി ചാരമാവാൻ പറ്റുന്ന അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം ഇന്നുള്ളത്. എവിടെയും ജാതീയതയുടെയും വർഗീയതയുടെയും വേർതിരിവുകൾ എല്ലാ മുഖങ്ങളിലും പ്രകടമായി കൊണ്ടിരിക്കുന്ന എല്ലാ മതക്കാരും മറ്റു മതക്കാരെ സംശയത്തിൻ്റെ നിഴലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, വല്ലാത്ത ഒരു കലികാലമാണിത്. ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടതാണ്. ഈ ബലിപെരുന്നാൾ ആഘോഷത്തിലൂടെ നാം ഓർത്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചരിത്ര പുരുഷനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് തന്നെ ഒരു ദിവസം ഒരമുസ്ലിമായ സുഹൃത്ത്, തീയാരാധകനായ തീയിനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് കടന്നുവന്ന് വിരുന്നു സൽക്കാര പ്രിയനായിരുന്ന ഇബ്രാഹിം നബിയോട് എനിക്ക് ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അയാളോട് നിങ്ങളുടെ മതമേതാണെന്ന് തിരിച്ചു ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം കാണാം ചരിത്രത്തിൽ. ഉടനെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അയാൾ പറഞ്ഞു, ഞാൻ മജൂസിയാണ്, ഞാൻ പക്ക മജൂസിയാണ്. ഉടനെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഭക്ഷണവും അള്ളാഹുവിൻ്റെ വെള്ളവും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കൂ, അല്ലാത്തവർക്ക് തരാൻ ഇവിടെ ഭക്ഷണമില്ല, ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അതാ മനസ്സ് പൊട്ടിക്കൊണ്ടവിടെ നിറങ്ങുമ്പോൾ അതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നു, അല്ലയോ ഇബ്രാഹിം നബിയെ, അള്ളാഹു തങ്ങളോട് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ഇത് നിങ്ങൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. അള്ളാഹു നിങ്ങളോട് ചോദിക്കുന്നത് 10-60 കൊല്ലം ആ മനുഷ്യന് നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടാണോ അയാൾ ജീവിച്ചത്? ആരാണ് അയാൾക്ക് ഭക്ഷണം കൊടുത്തത്? ഇബ്രാഹിം നബി പറഞ്ഞു, അത് അള്ളാഹുവാണ്. അള്ളാഹു റഹ്മാനാണല്ലോ, ഈ ഭൂമി ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നവനാണ്. ശരി, എങ്കിൽ 10-60 കൊല്ലം അയാള് നിങ്ങൾ ഭക്ഷണം കൊടുക്കാതെ ഉദാരനായ റബ്ബിൻ്റെ അനുഗ്രഹത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലയോ ഇബ്രാഹിം നബിയെ, ഒരു രാത്രി നിങ്ങൾ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ട് ആ മനുഷ്യൻ പട്ടിണി കിടന്നു മരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉടനെ തന്നെ അയാളുടെ പിന്നാലെ ഓടിപ്പോയി ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് വയറു നിറയെ ഭക്ഷണം കൊടുത്ത് രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് പോകുമ്പോൾ വീണ്ടും ഭക്ഷണം നൽകി. അന്ന് അവിടെ വിരുന്നുകൂടി. എഴുന്നേറ്റ് പോകുമ്പോൾ വീണ്ടും ഭക്ഷണം കൊടുത്തപ്പം ആ മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ എനിക്ക് ഭക്ഷണം തരാതെ നിങ്ങൾ എന്നെ ആട്ടിയോടിച്ച് വീണ്ടും ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങൾ എന്നെ തേടിപ്പിടിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം തരാനുള്ള കാരണം എന്താണ്? അവിടുന്ന് കാര്യം പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, ഇബ്രാഹിം, അങ്ങയുടെ കൈ ഇങ്ങ് നീട്ടിത്തരൂ എന്ന് പറഞ്ഞു. കൈ നീട്ടിക്കൊടുത്തപ്പോൾ ആ കൈ പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഇബ്രാഹിമ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ലെന്നും ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ്. ഇബ്രാഹിം നബി ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക്? എന്തേ നിങ്ങൾ നിങ്ങളുടെ മതം ഒഴിവാക്കാൻ കാരണം? ഉടനെ മറുപടി പറഞ്ഞു, നിഅ്മർ റബ്ബു റബ്ബുൻ യുഅതിബു അഹ്ബാബഹു ഫീ അഅദാഇഹി. അതെ, എനിക്കും വേണ്ടത് ഈ നല്ല റബ്ബിനെ തന്നെയാണ്. നിഅ്മർ റബ്ബു റബ്ബുൻ, ഏറ്റവും നല്ല റബ്ബ് ഒരു റബ്ബാണ്. യുഅതിബു അഹ്ബാബഹു ഫീ അഅദാഇഹി. തൻ്റെ ശത്രുക്കൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ മിത്രങ്ങളെ തിരുത്തുന്ന ഒരു റബ്ബുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മിത്രമാണല്ലോ. ഞാൻ അള്ളാഹുവിനെ പോലും ധിക്കരിച്ച് നടന്ന ശത്രുവായിരുന്നില്ലേ? എന്നിട്ട് എനിക്കൊരു പിടി ഭക്ഷണം നിഷേധിക്കപ്പെട്ടപ്പോൾ മിത്രമായ അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന നിങ്ങളെ റബ്ബ് തിരുത്താൻ തയ്യാറായെങ്കിൽ തീർച്ചയാണ് ഞാനും അംഗീകരിക്കേണ്ടത്
ആ റബ്ബിനെ തന്നെയാണ് എനിക്കും ആ റബ്ബ് തന്നെ മതി റബ്ബായി എന്ന് പറഞ്ഞ് മുസ്ലിമാവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള വിശാലമായ സ്നേഹവായ്പാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനകത്തുനിന്ന് ഒരാൾ പോലും ഭീകര തീവ്ര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് എല്ലാ മതവിശ്വാസികളും ഒന്നായി ചേർന്ന് നിന്ന് തോളോട് തോള് ചേർന്ന്, അതേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്തം കൊടുത്ത് സമ്പത്ത് കൊടുത്ത് പോരാടി വാങ്ങിയ ഈ സ്വാതന്ത്ര്യം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്നും ഇന്ത്യക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ ബഹുസ്വരതയാണ്. എല്ലാവർക്കും ഇത് വലിയ അത്ഭുതമാണ്. അന്ന് മുസ്ലിമും അമുസ്ലിമും എല്ലാവരും തോളോട് തോള് ചേർന്ന് നിന്ന് അന്ന് ഒരുമിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പാടിയ പാട്ട് നമുക്ക് എന്നും ആവേശം പകരുന്നതാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ അന്ന് പാടിയ പാട്ട് ഓർത്തു പോവുകയാണ് ഇവിടെ. തൗഹീദ് കി അമാനത്ത് സീനോ മേം ഹേ ഹമാരെ, ആസാൻ നഹി മിട്ടാന നാമോ നിശാൻ ഹമാര. ബലിപെരുന്നാൾ ആശംസയായി ഇന്ന് ഞാൻ അർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മഹത്തായ കവിതയാണ്. തൗഹീദ് കി അമാനത്ത്, ഒരുമയുടെ നിക്ഷേപം, സീനോ മേം ഹേ ഹമാരെ, ഒരുമയുടെയും ഐക്യത്തിൻ്റെയും നിക്ഷേപം, അതാണ് ഞങ്ങളുടെ ഹൃദയത്തിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാലത്തോളം, ഇന്ത്യക്കാർ ഞങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാലത്തോളം, ആസാൻ നഹി മിട്ടാന, നശിപ്പിക്കുക എളുപ്പമല്ല, ആസാൻ നഹി മിട്ടാന നാമോ നിശാൻ ഹമാര, ഞങ്ങളുടെ പേരും പെരുമയും ഞങ്ങളുടെ ചൂരും മണവും പെട്ടെന്ന് കളയാമെന്ന് ആരും ആഗ്രഹിക്കേണ്ടതില്ല. ഞങ്ങളുടെ ഇസ്സത്ത്, ഞങ്ങളുടെ യശസ്സ്, ഈ അന്തസ് തകർക്കാൻ ഒരു വെള്ളക്കാരനും കഴിയില്ല. എന്തുകൊണ്ട്? ഞങ്ങളൊന്നാണ്, ഇന്ത്യക്കാരൊന്നാണ്. ഇത് എല്ലാ മതക്കാരും തോളോട് തോള് ചേർന്ന് പാടിയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പിൻഗാമികളായ നമ്മളും ഒരിക്കലും മതവിദ്വേഷം വളർത്താതെ പരസ്പരം സ്നേഹത്തോടുകൂടെ ജീവിക്കണം. അതാണ് ഈ ബലിപെരുന്നാളിൽ ഏറ്റവും വലിയ ആശംസയായി അറിയിക്കാനുള്ളത് എന്നുണർത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.